നമസ്കാരം. ട്രംപിന്റെ ബങ്കർ ബസ്റ്റർ ബോംബിന് ഇറാൻ തകർത്തെറിഞ്ഞു. അമേരിക്കയെ ചാരമാക്കാൻ ഇറാന്റെ മിസൈൽ നഗരം റെഡിയായി കഴിഞ്ഞു. നമ്മളെപ്പോഴും ഇറാൻ അമേരിക്കൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കും. അനിവാര്യതയാണ് ഇപ്പോൾ അത്. കാരണം അത് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനമല്ല, പകരം അത് അമേരിക്കയുടെ പ്രകോപനത്താൽ ഇറാൻ തകർക്കാൻ പോകുന്നതാണ്. നമ്മളെപ്പോഴും യുദ്ധത്തെക്കുറിച്ച് ചേർക്കുമ്പോൾ ഇപ്പോൾ ഇത് അമേരിക്കൻ റഡാറുകളെയും സാറ്റലൈറ്റുകളെയും ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇറാൻ പണിത മിസൈൽ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു മിസൈൽ നഗരമാണ് എന്ന് പറയുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലുള്ള ബോംബുകളെ തകർത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ, അത്തരത്തിലുള്ളൊരു മിസൈൽ നഗരമാണ് അല്ലെങ്കിൽ ഒരു മിസൈൽ സാമ്രാജ്യമാണ് ഇറാൻ പണിതു വച്ചിരിക്കുന്നത്. യുദ്ധം എന്നത് പലർക്കും ഇന്നും മുകളിലൂടെയുള്ള ആക്രമണങ്ങളുടെ കഥകളാണ്. വിമാനങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ, സ്ഫോടനങ്ങൾ, ഇങ്ങനെ. എന്നാൽ ആധുനിക യുദ്ധത്തിന്റെ യഥാർത്ഥ വേദി പലപ്പോഴും ഭൂമിക്കടിയിലാണ്. ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം വന്നത് ഇതിലാണ്. ശത്രുവിന്റെ സാറ്റലൈറ്റുകളും ഡ്രോണുകളും ആകാശ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യം സ്വന്തം ആയുധശേഷിയെ സംരക്ഷിക്കുവാൻ ഏറ്റവും മികച്ച വഴി ഭൂമിക്കടിയിൽ ഒളിപ്പിക്കുക എന്നതാണ്. അതിനാൽ തന്നെ പതിറ്റാണ്ടുകളായി ഇറാൻ സാഗ്രോസ് പർവ്വത നിരകളുടെ ആഴങ്ങളിലായി പണിതുയർത്തിയ ഭൂഗർഭ സൈനിക താവളങ്ങൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഇറാന്റെ ഈ ഭൂഗർഭ താവളങ്ങൾ സാധാരണ ബങ്കറുകളല്ല. അവയെ മിസൈൽ നഗരങ്ങൾ എന്ന് വിളിക്കുന്നതിൽ നിന്ന് തന്നെ അവയുടെ വലിപ്പവും വ്യാപ്തിയും വ്യക്തമാണ് എന്നുള്ളതാണ്. നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ പ്രകൃതിദത്ത പാറകൾക്കും ഉറപ്പിച്ച കോൺക്രീറ്റ് പാളികൾക്കുമുള്ളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കുവാനും നീക്കാനും വിക്ഷേപിക്കുവാനും കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇവ വെറും സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, മിസൈലുകൾ ലോഡ് ചെയ്യുവാനും തയ്യാറാക്കുവാനും ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റുവാനും പ്രത്യേക റെയിൽ റോഡ് ശൃംഖലകൾക്കുള്ള അങ്ങനെയുള്ളൊരു വലിയ ഭൂഗർഭ കോംപ്ലക്സുകളാണ്. ആകാശത്ത് നിന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ തുരങ്കങ്ങൾക്കുള്ളിൽ മിസൈൽ വാഹകരും ലോഞ്ചറുകളും സജ്ജീകരിക്കുന്നതായിട്ടുള്ള വിലയിരുത്തപ്പെടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭൂഗർഭ താവളങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഖരം എന്ന് പറയപ്പെടുന്നത് സുരക്ഷിതമാക്കുക. കാരണം ഇറാന്റെ യുദ്ധശേഷി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വ്യോമസേനയിലല്ല, മറിച്ച് മിസൈൽ ശേഷിയിലാണ്. പരിമിതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സാഹചര്യങ്ങളിലും സ്വന്തം കരുത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറാൻ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ കെട്ടിപ്പടുത്ത മിസൈൽ സാങ്കേതിക വിദ്യ എന്ന് പറയപ്പെടുന്നത് ഇന്ന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശാക്രമണങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുവാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ അജയ്യമായിട്ടുള്ള കരുത്തിനെ മാറ്റിമറിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശക്തരായിട്ടുള്ള എതിരാളികളുടെ കണ്ണുവെട്ടിച്ച് ഏത് സാഹചര്യത്തിലും തിരിച്ചടി നൽകാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലാണ് ഇറാൻ ഇറാഖുകളുടെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ലോഞ്ച് സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഭൂമിക്കടിയിൽ അവർ നിർമ്മിച്ച മിസൈൽ നഗരങ്ങൾ ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള മികവിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്യാധുനികമായിട്ടുള്ള ഈ ഭൂഗർഭ കോട്ടകൾ അത് ഇറാന്റെ പ്രതിരോധ കവചത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പക്ഷെ ഈ കോട്ടകൾക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ വ്യോമാക്രമണങ്ങൾ ഉപയോഗിക്കുന്ന ബോംബുകൾ മണ്ണിലോ പാറയിലോ തട്ടുമ്പോൾ ഉടനെ തന്നെ പൊട്ടിത്തെറിച്ച് ഉപരിതലത്തിൽ മാത്രമാണ് നാശം വിതയ്ക്കുക. എന്നാൽ ഇറാന്റെ മിസൈലുകൾ അത്ര എളുപ്പത്തിൽ തകരാൻ രൂപകൽപ്പന ചെയ്തവയല്ല. പാറയുടെ ഘടന അല്ലെങ്കിൽ അതിന്റെ കനം, ഭൂമിക്കടിയിലെ ആഴം, കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾ, പല പാളികളായി ചേർന്ന് നിർമ്മിച്ച തുരങ്ക സംവിധാനങ്ങൾ, ഇവയെല്ലാം ചേർന്ന് പരമ്പരാഗതമായിട്ടുള്ള ബോംബുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനാൽ തന്നെ ഇറാന്റെ ഈ ഭൂഗർഭ ശക്തി തകർക്കാൻ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രധാനപരമായിട്ടുള്ള ആയുധമാണ് ഈ ഗാബു 57 എന്ന് പറയപ്പെടുന്ന അമേരിക്കൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും ഭീമൻ ആയിട്ടുള്ള ആയുധങ്ങൾ. അപ്പോൾ ആ ഏറ്റവും ഭീമനായിട്ടുള്ള ആയുധമായിട്ട് അമേരിക്ക കരുതുന്നത് ആണവേതര ബങ്കർ ബസ്റ്റർ ബോംബാണ്. അതായത് ഏകദേശം 13,600 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബിന്റെ രൂപകൽപ്പന എന്ന് തന്നെ എഞ്ചിനീയറിംഗ് അത്ഭുതമായിട്ട് കണക്കാക്കപ്പെടുകയാണ്. സാധാരണ ബോംബുകൾ ഉപരിതലത്തിൽ ഈ സ്ഫോടനം സൃഷ്ടിച്ച് പരിസരത്തെ നശിപ്പിക്കുവാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അതല്ല ലക്ഷ്യം. ഈ ബോംബിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് കുത്തിപ്പോകുവാനുള്ള കഴിവാണ്.
അതായത് ഇത് ആദ്യം പൊട്ടിത്തെറിക്കുന്നില്ല, പകരം ഭൂമിയെ തുളച്ചു കയറി ലക്ഷ്യസ്ഥാനത്തെത്തി അതിനുശേഷമാണ് സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ ഈ ബോംബിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അതിന്റെ കേസിംഗ് ആണ്. അത്യുച്ച പ്രകടനമുള്ള അല്ലെങ്കിൽ സ്റ്റീൽ അലോയ് ഉപയോഗിച്ചുള്ള ബോംബിന്റെ പുറംഘടന. ആക്രമണത്തിന്റെ ആദ്യ ആഘാതത്തിൽ തന്നെ ബോംബ് തകർന്നു പോകാതിരിക്കുവാനും പാറയും മണ്ണും കോൺക്രീറ്റും പോലുള്ള ശക്തമായിട്ടുള്ള പ്രതലങ്ങളിലൂടെ ആണി പോലെ കുത്തിപ്പോകുവാനും ഈ കനത്ത ലോഹ ഘടന സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ഏകദേശം 2400 കിലോഗ്രാമിലധികം ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയും. എന്നാൽ യഥാർത്ഥ നാശം സംഭവിക്കുന്ന ഈ സ്ഫോടക വസ്തുക്കൾ പുറത്തേക്ക് ചിതറുന്നതിലല്ല, മറിച്ച് ലക്ഷ്യസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പൊട്ടിത്തെറിയിലാണ്. അപ്പോൾ ഒരു ഭൂഗർഭ ബങ്കറിന്റെ ഉള്ളിൽ സ്ഫോടനം നടന്നാൽ അതിന്റെ തുരങ്കങ്ങളും ശൂന്യതകളും തകർന്നു വീഴുകയും ഉള്ളിലുള്ള സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. സൈനിക ഡാറ്റ പ്രകാരം ഈ പറയുന്ന GBU-57 ഏകദേശം 60 മീറ്റർ വരെ മണ്ണും പാറയും തുരന്നു കയറുവാനും 18 മീറ്റർ വരെ കട്ടിയുള്ള കോൺക്രീറ്റ് തകർക്കുവാനും കഴിവുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ ബോംബിന്റെ കഴിവിനേക്കാൾ പല മടങ്ങ് മുന്നിലാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബോംബിലെ സ്മാർട്ട് ഫ്യൂസ് സംവിധാനമാണ്. ബോംബ് ഭൂമിക്കടിയിലേക്ക് കടന്നു പോകുമ്പോൾ അത് തുരന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ തുരന്ന് കടക്കുന്ന പാളികൾ എന്ന് പറയപ്പെടുന്ന എണ്ണിക്കണക്കാക്കുന്ന ഒരു സിസ്റ്റം അത് ഇതിനകത്തുണ്ട്. ലക്ഷ്യസ്ഥാനത്തിന്റെ ആഴത്തിലുള്ള ശൂന്യയിലെത്തുമ്പോൾ മാത്രമേ സ്ഫോടനം നടക്കൂ എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ബോംബ്. അപ്പൊ ഈ ഫ്യൂസ് പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. അതിനാൽ തന്നെ ഉപരിതലത്തിൽ വലിയ ഒരു കുഴി മാത്രം ഉണ്ടാക്കി നിർത്താതെ ഭൂമിക്കടിയിൽ തന്നെ ഒരു ആന്തരിക ഭൂകമ്പം പോലുള്ള നാശമാണ് ഇവ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഭീമൻ ബോംബിനെ ഉപയോഗിക്കുക അത്ര ലളിതമല്ല. കാരണം ഇതിന്റെ വലിപ്പവും ഇതിന്റെ ഭാരവും കാരണം ഇത് വഹിക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ B-2 സുപ്പീരിയർ എന്ന് പറയുന്ന സ്റ്റെറ്റ് ബോംബർ വിമാനത്തിൽ മാത്രമാണ്. B-2 ഒരു സാധാരണ ബോംബർ അല്ല. അത് ഈ പറയുന്ന പോലെ റഡാറിൽ തിരിച്ചറിയപ്പെടാതെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തുറന്നു കടക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് വിമാനമാണ്. ഓരോ വിമാനത്തിനും ഈ പറയുന്ന പോലെ ഈ ബസ്റ്റർ ബോംബുകളിൽ 2 എണ്ണം വരെ വഹിക്കാൻ കഴിയും. അതിനാൽ തന്നെ ഒരൊറ്റ ദൗത്യത്തിൽ ഒന്നിലധികം ഭൂഗർഭ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനും ഒരേ ലക്ഷ്യത്തിൽ തന്നെ 2 തവണ ആക്രമണം നടത്താനും കഴിയുന്ന തരത്തിലാണ് ഈ സംവിധാനത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഡബിൾ ടാപ്പ് എന്ന ആക്രമണ തന്ത്രം ചർച്ചയാകുന്നത്. ചില ഇറാനിയൻ ഭൂഗർഭ താവളങ്ങൾ 80 മീറ്ററിൽ കൂടുതൽ ആഴത്തിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരൊറ്റ ബോംബിന് തന്നെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമോ എന്നതിൽ സംശയങ്ങൾ ഉയരും. അതിനാൽ തന്നെ അമേരിക്കൻ സേന പരീക്ഷിക്കുന്ന തന്ത്രം ഒരേ GPS കോർഡിനേറ്റിൽ തുടർച്ചയായി 2 ബോംബുകൾ ഇടുക എന്നതാണ്. ആദ്യ ബോംബ് പാറയും മണ്ണും പൊളിച്ച് ഒരു ആഴമേറിയ കുഴി സൃഷ്ടിക്കപ്പെടുന്നു. രണ്ടാമത് ബോംബ് ആ കുഴിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് കടന്ന് കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറി ഉള്ളിലുള്ള സൗകര്യങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ബ്ലാസ്റ്റ് ആവുന്നു. ഇതാണ് ഭൂഗർഭ ബങ്കറുകൾക്കെതിരെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ആക്രമണ രീതി എന്ന് പറയുന്നത്. എന്നാൽ ഈ യുദ്ധം ഒരു ബോംബിന്റെ കഥയിൽ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതൊരു നിരന്തരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് മത്സരമാണ്. അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൂടുതൽ ശക്തമാകുമ്പോൾ ഇറാൻ കൂടുതൽ ആഴത്തിൽ തുരങ്കങ്ങൾ കുഴിക്കുകയും കൂടുതൽ ശക്തമായിട്ടുള്ള കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാനിൽ പുതിയ തുരങ്കങ്ങൾ കൂടുതൽ ഭൂമിക്കടയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോഴാണ്. അതായത് ഇറാൻ അവരുടെ മിസൈൽ നഗരങ്ങളെ വെറും ഒളിപ്പിക്കുകയല്ല, മറിച്ച് അവയെ കൂടുതൽ സുരക്ഷിതമാക്കുവാനുള്ള സ്ഥിരമായിട്ടുള്ള നവീകരണ പ്രക്രിയയിലാണ് അവർ. അപ്പോൾ ഇതിലൂടെ ഒരു പുതിയ യുദ്ധ യാഥാർത്ഥ്യം ലോകം കാണുകയാണ്. മുമ്പ് യുദ്ധത്തിന്റെ നിർണായക ശക്തി ആകാശത്തും കടലിലും കരയിലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധത്തിന്റെ മറ്റൊരു നിർണായക വേദി ഭൂമിക്കടിയിലേക്ക് മാറുന്നു. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ വെറും സൈനിക താവളങ്ങൾ മാത്രമല്ല എന്നും ഇത് ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ ആത്മാവാണ് എന്നും, കാരണം ഒരു രാജ്യത്തിന്റെ മിസൈൽ ശേഷി ജീവനോടെ നിലനിൽക്കുന്നത് അതിന്റെ പ്രതികരണ ശക്തി അല്ലെങ്കിൽ ആ ശേഷി എന്ന് പറയുന്നത് നിലനിർത്തുന്നതിനും ശത്രുവിനെ തടയുന്നതിനും നിർണായകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതിനാൽ തന്നെ ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും അമേരിക്കയുടെ ഈ പറയുന്ന GBU പോലുള്ള ബങ്കർ ബസ്റ്റർ ആയുധങ്ങളും തമ്മിലുള്ള പോരാട്ടം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ല. അത് സാങ്കേതികതയും എഞ്ചിനീയറിംഗും തന്ത്രവും തമ്മിലുള്ള ഒരു ആഴമേറിയ യുദ്ധമാണ്. കോട്ടയുടെ ആഴവും അതിനെ തകർക്കുവാനുള്ള ആയുധത്തിന്റെ തുളച്ചു കയറുന്ന ശക്തിയും തമ്മിലുള്ള മത്സരം കൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ അമേരിക്ക കൂടുതൽ ശക്തമായുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നതാണ്. അമേരിക്ക കൂടുതൽ ശക്തമായുള്ള ബോംബുകൾ നിർമ്മിക്കുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്തുള്ള പ്രതിരോധ പാളികൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് 21ാം നൂറ്റാണ്ടിലെ യുദ്ധത്തിന്റെ മറ്റൊരു മുഖം. ഭൂമിക്കടിയിലെ യുദ്ധം ആകാശത്ത് പൊട്ടിത്തെറിക്കുന്ന ബോംബുകളെക്കാൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ ഈ പറയുന്ന യഥാർത്ഥ ശക്തിയും അതിന് നിലനിൽപ്പും ഇപ്പോൾ പാറയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയാനിരിക്കുന്നു. എന്നാൽ ഇവിടെ
ഇറാന്റെ മിസൈൽ നഗരങ്ങളിൽ അതിന്റെ തെളിവാണ്. അവയൊക്കെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും അതിനെ അതിജീവിക്കുവാൻ ഇറാൻ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഭൂഗർഭ ലോകത്ത് തുടരുന്ന ഈ മത്സരം ഭാവിയിലെ യുദ്ധത്തിന്റെ ദിശ തന്നെ നിർണ്ണയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ട്രംപിന്റെ ബങ്കർ ബസ്റ്റർ ബോംബിനെ ഇറാൻ തകർത്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കാരണം ബങ്കർ ബസ്റ്ററിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന ശേഷി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്കയെ നിമിഷ നേരം കൊണ്ട് ചാരമാക്കുവാൻ ഇറാന്റെ മിസൈൽ നഗരം തന്നെ ധാരാളം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.